ഈ ആഴ്ചയിലെ പ്രധാന ലോക വാർത്തകളുമായി ജനയുഗം ലോകം പോയ വാരത്തിലേക്ക് സ്വാഗതം. നിയുക്ത മേയറായ ഇന്ത്യൻ വംശജൻ സൗരാൻ മംദാനിയുമായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ കൂടിക്കാഴ്ചയാണ് കഴിഞ്ഞ വാരം ലോകം ചർച്ച ചെയ്ത പ്രധാന സംഭവങ്ങളിൽ ഒന്ന്. രാഷ്ട്രീയമായി രണ്ട് ചേരിയിൽ നിൽക്കുന്ന ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ഫലം എന്താകുമെന്ന് ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ജനങ്ങളെ ഞെട്ടിക്കുന്നതായിരുന്നു ട്രംപിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ മംദാനി വിജയിച്ചാൽ ന്യൂയോർക്ക് നഗരത്തിലുള്ള ഫണ്ട് തടഞ്ഞു വെക്കുമെന്ന് ട്രംപ് നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയായിരുന്നു. മംദാനിക്ക് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാനാകുമെന്നും മംദാനിയും താനും ന്യൂയോർക്ക് നഗരം മികച്ചതായി മാറണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും പല കാര്യങ്ങളിലും തങ്ങൾ യോജിക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു. എന്താണ് മനസ്സ് മാറ്റിയതെന്ന ചോദ്യത്തിന് ഞാൻ കരുതിയതിലും കൂടുതൽ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് യോജിപ്പുണ്ടെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. മംദാനി തന്നെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നതിൽ കുഴപ്പമില്ലെന്നും അദ്ദേഹത്തെ സാക്ഷിയാക്കി തന്നെ ട്രംപ് പറഞ്ഞു. തങ്ങൾക്കിടയിൽ ഫലപ്രദമായ ഒരു കൂടിക്കാഴ്ചയാണ് നടന്നതെന്നും ന്യൂയോർക്ക് സിറ്റിയിലെ ജീവിത ചെലവ് സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ഇരുവരും ഊന്നി പറയുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന് പാകിസ്ഥാൻ അന്ത്യശാസനം നൽകിയപ്പോൾ അതിർത്തിയിൽ അശാന്തി നിറയുമോ എന്ന ആശങ്കയിലാണ് ലോകം. 2021 ഭരണമാറ്റത്തിന് ശേഷമുണ്ടായ ഏറ്റവും രൂക്ഷമായ സംഘർഷത്തെ തുടർന്ന് തുർക്കിയുടെ മധ്യസ്ഥതയിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ പലതവണ കൂടിക്കാഴ്ചകൾ നടത്തിയെങ്കിലും വ്യവസ്ഥകളിൽ ധാരണയാകാത്തതിനെ തുടർന്ന് ചർച്ചകൾ വഴിമുട്ടിയ നിലയിലായിരുന്നു. ആശങ്കകൾ പരിഹരിക്കാൻ താലിബാൻ വിസമ്മതിക്കുന്നതാണ് പ്രശ്നപരിഹാരത്തിന് തടസ്സമെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. 2021 അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ പിടിച്ച ശേഷമാണ് പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൽ ഉലച്ചിലുണ്ടായത്. അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായതോടെ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് അഫ്ഗാൻ സേനയും തിരിച്ചടിച്ചു. താലിബാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഖി അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഇന്ത്യയുമായുള്ള ബന്ധം താലിബാൻ ദൃഢപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇതിനിടെയാണ് താലിബാനുമായി പാകിസ്ഥാൻ ഇടയുന്നത്. അഫ്ഗാനിസ്ഥാനുമായുള്ള ദീർഘകാലത്തെ നയതന്ത്ര ബന്ധം പുനഃപരിശോധിക്കാൻ ഇത് നിർബന്ധിതരാക്കിയെന്നും മാധ്യമങ്ങൾ പറയുന്നു. രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നേപ്പാളിൽ വീണ്ടും ജൻസി കലാപം രൂക്ഷമായി. നേപ്പാളിലെ ബാര ജില്ലയിൽ യുവാക്കളുടെ സംഘവും CPN-UML പ്രവർത്തകരുമായുണ്ടായ ഏറ്റുമുട്ടൽ നീണ്ടതിനെ തുടർന്ന് മേഖലയിൽ കർഫ്യൂ ഏർപ്പെടുത്തി. സെപ്റ്റംബറിൽ നടന്ന ജൻസി കലാപത്തിൽ 76 പേരാണ് നേപ്പാളിൽ കൊല്ലപ്പെട്ടത്. പ്രതിഷേധത്തെ തുടർന്ന് പ്രധാനമന്ത്രിയും UML ചെയർമാനുമായ KP ശർമ്മ ഒലി രാജിവെച്ചിരുന്നു. നേപ്പാൾ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയാണ് നിലവിലെ ഇടക്കാല സർക്കാരിനെ നയിക്കുന്നത്. രാജ്യത്തെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കർക്കി. ഇതോടെ ജനയുഗം ലോകം പോയ വാരം അവസാനിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.